ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 1/4 കപ്പ് മൈദാമാവിൽ നിന്ന് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദാമാവ് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ മൈദാമാവ് ആദ്യമേ തന്നെ ഒന്ന് മാറ്റുന്നത്. അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദാമാവും ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മൈദാമാവ് എടുത്തിട്ട് അതിൽ നിന്നും ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദാമാവ് നമ്മൾ ലെവൽ ചെയ്ത് മാറ്റി അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ കൊക്കോ പൗഡർ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അപ്പോൾ ഒരു തവണ ഞാൻ അരിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ 2 തവണയും കൂടി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എങ്കിലും മാത്രമേ ഈ കൊക്കോ പൗഡറും മൈദാമാവും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ എഗ് യോക്കും എഗ് വൈറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്, പൊടിക്കാത്ത പഞ്ചസാരയല്ല. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഈ എഗ് വൈറ്റ് ഒക്കെ നല്ല ഫ്ലഫി ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ എഗ് യോക്കായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്തത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 3 എഗ് യോക്കും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരൊറ്റ സ്പീഡിൽ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ സൺഫ്ലവർ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഒരുപാട് സ്പീഡിൽ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒന്നിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ചിലപ്പോൾ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഓവർ മിക്സിംഗ് ഒന്നും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ഒക്കെ റെഡിയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 1-2 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ഒക്കെ റെഡിയാക്കുന്നതിന് മുമ്പേ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രവും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഞാൻ അതിന് മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇനി നമ്മുടെ കേക്ക് ബേക്കായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്യൂർ കൊണ്ട് ഇതിലൊന്ന് കുത്തി നോക്കുകയാണ്. ഇപ്പോൾ ഇതാ സ്ക്യൂറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് വേണ്ട പ്രലയൻ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഷുഗർ അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ ഷുഗറൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി ഒന്ന് കളർ ചേഞ്ചായി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ചായി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബൂസ്റ്റും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്രീം ഒന്ന് ബീറ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബൂസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം നല്ല സ്റ്റിഫായി വരുന്നത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ കുറച്ച് ക്രീം വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിന് മുകളിലേക്ക് കേക്ക് ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്കിൻ്റെ സിറപ്പ് വെച്ചിട്ട് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന പ്രളയൻ ഒന്ന് പൊട്ടിച്ച് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് പ്രളയനൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിൽ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബൂസ്റ്റും മിൽക്കും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു സിറപ്പ് കൊണ്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് മുകളിലേക്ക് നമുക്ക് വീണ്ടും ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം സൈഡിലും കൂടി ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് നമ്മൾ 2 hours ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിന് മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് നമ്മൾ ഒരു 2 hours ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേണ്ട ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 1/3 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇത് കേക്കിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഗനാഷ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളം ചൂടോടുകൂടി ഒഴിക്കണം. ചൂട് കൂടിപ്പോയാൽ നമ്മുടെ ഈ ക്രീമൊക്കെ അങ്ങ് മെൽറ്റായി പോവും. പിന്നെ നമ്മുടെ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഗനാഷ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഗനാഷൊക്കെ നന്നായിട്ട് അങ്ങ് ഒഴുകിപ്പോവും.
ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു 10 മിനിറ്റും കൂടി ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം കൊണ്ടുള്ള ഒരു ചെറിയ ഡെക്കറേഷനും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ബോർഡറും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 750 ഗ്രാമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്